ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ഡിഫറെൻറ്റ് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതായത് ഈ രാജ്യങ്ങൾ ചൈനയുടെ തുറുപ്പുകുലനാണ്. ചൈന നമ്മുടെ ആൻഡമാൻ ദ്വീപുകളിലേക്ക് പ്രവേശിച്ചേക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ചില രാജ്യങ്ങളിൽ ചൈന ചില പ്രധാനപ്പെട്ട പ്രൊജക്റ്റുകൾ നടത്തുവാണ്. അപ്പോൾ ഈ പ്രൊജക്റ്റുകൾ ചൈനയുടെ സൈനിക ശക്തിയും നാവിക ശക്തിയും ഈ രാജ്യങ്ങളിൽ ശക്തമാവുന്നതിനൊരു വലിയ കാരണമാവും. അങ്ങനെ വന്നാൽ ഒരു പക്ഷേ ഒരു 1-2 പതിറ്റാണ്ടുകൾക്ക് ശേഷം ഈ പ്രൊജക്റ്റുകളെല്ലാം തന്നെ വിജയിച്ചാൽ ചൈനീസ് നാവികസേനയുടെ കപ്പലുകൾ ചൈനയിൽ നിന്ന് പുറപ്പെട്ടാൽ നേരെ ഈ പ്രൊജക്ട്സിൽ കൂടെ വന്നിട്ട് നമ്മുടെ ആൻഡമാനിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത്രയധികം തന്ത്രപ്രധാന ഇമ്പാക്റ്റുള്ളൊരു പ്രൊജക്റ്റാണത്. അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പുള്ള പല വീഡിയോകളിലും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു എന്താണ് പവർ, അതായത് അബിലിറ്റി ടു ചേഞ്ച് ദ ഔട്ട്കം. ഒരു കാര്യത്തിൻ്റെ റിസൾട്ടിനെ സ്വാധീനിക്കാൻ പറ്റുക, അതാണ് പവർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇൻ്റർനാഷണൽ റിലേഷൻസിൽ രാജ്യങ്ങൾക്ക് പല രീതിയിലുള്ള പവർ ഉണ്ടെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ ഹാർഡ് പവർ, അതായത് സൈനിക ശക്തിയുണ്ട്, അതുപോലെ സാമ്പത്തിക ശക്തിയുണ്ട്, സാങ്കേതിക ശക്തിയുണ്ട്. സോഫ്റ്റ് പവർ അല്ലെങ്കിൽ സംസ്കാരം, ഒരു രാജ്യത്തിൻ്റെ മൂല്യങ്ങൾ, പിന്നെ ഇത് രണ്ടും ചേർന്ന സ്മാർട്ട് പവർ. അപ്പോൾ എല്ലാ രാജ്യങ്ങൾക്കും ഹാർഡ് പവറും സോഫ്റ്റ് പവറും ഉണ്ട്. അവരത് ഉപയോഗിച്ച് സ്മാർട്ട് പവറായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇനി നമ്മൾ ലോകത്തിലെ രാജ്യങ്ങൾ നോക്കുകയാണെങ്കിൽ ലോകത്ത് 190 കൂടുതൽ രാജ്യങ്ങളുണ്ട്. അപ്പോൾ ഈ രാജ്യങ്ങളിൽ തന്നെ പല രീതിയിലുള്ള ശക്തികളുണ്ട്. ചില രാജ്യങ്ങൾ വളരെ വീക്ക് സ്റ്റേറ്റ്സ് ആണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ഫെയിൽഡ് സ്റ്റേറ്റ്സ് ആണ്, ഫ്രജൈൽ സ്റ്റേറ്റ്സ് ആണ്. പക്ഷേ ചില രാജ്യങ്ങൾ അങ്ങനെയല്ല. അവരവരുടെ റീജിയണിൽ അത്യാവശ്യം വലിയൊരു പവറായിരിക്കും. ഉദാഹരണം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, തുർക്കി, അല്ലെങ്കിൽ ഇപ്പോൾ ജപ്പാൻ, ഓസ്ട്രേലിയ. അപ്പോൾ അവരൊക്കെ രാഷ്ട്രീയപരമായിട്ടും സാമ്പത്തികപരമായിട്ടും സൈനികപരമായിട്ടും അവരവരുടെ റീജിയണിൽ ഒരു വലിയ പവറാണ്. അങ്ങനെയുള്ള രാജ്യങ്ങളാണ് മിഡിൽ പവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ലോകത്ത് പല ഭൂഖണ്ഡങ്ങളിലായിട്ട് പല പല മിഡിൽ പവേഴ്സ് ഉണ്ട്. അവർക്ക് അവരുടെ മേഖലയിൽ അവർക്ക് നല്ല ശക്തിയും സ്വാധീനമുണ്ട്. ഇനി നമ്മൾ പവർ നോക്കുകയാണെങ്കിൽ മിഡിൽ പവേഴ്സിലും കൂടിയ പവറിനെയാണ് സൂപ്പർ പവർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ പദത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, ലോകത്തിലെ 190 കൂടുതൽ രാജ്യങ്ങളിൽ ലോകത്തെ ഏറ്റവും വലിയ ശക്തികളാണ് സൂപ്പർ പവർ എന്ന് പറയുന്നത്. അപ്പോൾ എന്തെല്ലാം രീതിയിലാണ് ഒരു രാജ്യത്തെ സൂപ്പർ പവർ എന്ന് പറയുന്നത്? ഇപ്പോൾ നമുക്ക് ഉദാഹരണം വഴി തന്നെ മനസ്സിലാക്കാം. ഇപ്പോൾ ഇപ്പോഴത്തെ പവറാണ് അമേരിക്ക. ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ട് നോക്കുകയാണെങ്കിൽ അമേരിക്ക 2 ലോകമഹായുദ്ധങ്ങളും ജയിച്ചൊരു പവറാണ്. അമേരിക്ക UN-ലെ പെർമനൻറ്റ് മെമ്പറാണ്. അമേരിക്കയ്ക്ക് ലോകത്ത് പല ഭാഗത്തും ധാരാളം സുഹൃത്ത് രാഷ്ട്രങ്ങളുണ്ട്. ഇപ്പോൾ സാമ്പത്തികമായിട്ട് നോക്കുകയാണെങ്കിൽ അമേരിക്കൻ ഡോളർ ലോകത്തെ ഏറ്റവും വലിയ കറൻസിയാണ്. അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥ വളരെ വലുതാണ്. അമേരിക്കയ്ക്ക് അത്യാവശ്യം നല്ല മാനുഫാക്ചറിങ് ഉണ്ട്. അമേരിക്ക പല സാങ്കേതിക വിദ്യകളും കണ്ടുപിടിക്കുന്നുണ്ട്. അമേരിക്കയ്ക്ക് ലോകത്തുനിന്ന് പല ഭാഗത്തുനിന്ന് ബ്രെയിൻ ഗെയിൻ ഉണ്ട്. ഇപ്പോൾ പല പല ടോപ്പ് കമ്പനികൾ, ലോകത്തെ ടോപ്പ് 1000 കമ്പനികൾ എടുത്തു നോക്കിയാൽ അമേരിക്കൻ കമ്പനികളാണ്. അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാർ ലോകത്ത് പലതും കണ്ടുപിടിക്കുന്നുണ്ട്. ഇപ്പോൾ ലോകത്തെ മാറ്റിമറിച്ച പല സാങ്കേതിക വിദ്യകളും അമേരിക്കയിൽ നിന്നാണ്. ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഇൻ്റർനെറ്റ്, അങ്ങനെ പലതും. അപ്പോൾ സാങ്കേതികപരമായിട്ട് അമേരിക്ക ലോകത്തൊരു വൻ ശക്തിയാണെന്ന് നമുക്കറിയാം. സാമ്പത്തികപരമായിട്ടൊരു വൻ ശക്തിയാണെന്നറിയാം. ഇനി അമേരിക്കയുടെ സോഫ്റ്റ് പവർ, അമേരിക്ക പല സംസ്കാരങ്ങൾ കൂടി ചേർന്നാണ്. അപ്പോൾ അവരുടെ സംഗീതം, അവരുടെ സിനിമ, അവരുടെ പല ആർട്സ്, അവരുടെ ഫുഡ്, അങ്ങനെ പല കാര്യത്തിന് ലോകത്ത് വളരെയധികം പ്രശസ്തിയുണ്ട്. അപ്പോൾ അമേരിക്കയ്ക്ക് ലോകം മൊത്തം ഭയങ്കര അപ്പീലുള്ളൊരു സ്റ്റേറ്റാണ്. എന്തൊക്കെ പറഞ്ഞാലും ഒരു ജനാധിപത്യമാണ്. അപ്പോൾ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ അമേരിക്ക ഒരു വലിയ സൂപ്പർ പവർ തന്നെയാണ്. ഇനി നമ്മൾ സ്പെസിഫിക്കലി അമേരിക്കയുടെ മിലിറ്ററി പവറിനെ പറ്റിയാണ് പറയുന്നത്, അമേരിക്കയുടെ സൈനിക ശക്തി. അപ്പോൾ അത് വളരെ പ്രധാനമാണ്. കാരണം ലക്ഷക്കണക്കിന് അംഗങ്ങളുള്ള വലിയൊരു സൈന്യം അമേരിക്കയ്ക്കുണ്ട്. ആർമിയും എയർഫോഴ്സും നേവിയൊക്കെ ഉണ്ട്. അമേരിക്കയുടെ ഡിഫൻസ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ 600-700 ബില്യൺ $. അതായത് ഏകദേശം ഒരു ബില്യൺ $. എന്ന് പറഞ്ഞാൽ 100 ബില്യൺ $. എന്ന് പറഞ്ഞാൽ ഏകദേശം അത് 8.4 lakh crore ആയിരിക്കും. അതായത് 8 ലക്ഷം കോടിയുടെ അടുത്താണ്. അപ്പോൾ ഒരു 600-700 ബില്യൺ $. എന്ന് പറയുമ്പോൾ ഏകദേശം 50 ലക്ഷം കോടി, അത്ര വലിയ ഒരു സൈനിക ചെലവുള്ള ഒരു സാമ്രാജ്യമാണ് അമേരിക്ക എന്ന് പറയാം. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ അമേരിക്കയുടെ സൈന്യം വളരെയധികം പയറ്റി തെളിഞ്ഞതാണ്.
സൈന്യവും എയർഫോഴ്സും നേവിയെല്ലാം, അമേരിക്കയുടെ ആയുധങ്ങൾ, അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റുകൾ, അമേരിക്കയുടെ ഡ്രോണുകൾ, അമേരിക്കയുടെ മിസൈലുകൾ, അമേരിക്കയുടെ അന്തർവാഹിനികൾ, അമേരിക്കയുടെ കപ്പലുകൾ, അമേരിക്കയുടെ സൈബർ സെക്യൂരിറ്റി, അമേരിക്കയുടെ ആണവ മിസൈലുകൾ, ഇതെല്ലാം തന്നെ ലോകത്ത് വളരെയേറെ മികച്ചതാണ്. അമേരിക്കയുടെ ചാരസംഘടന, അങ്ങനെ നോക്കുവാണെങ്കിൽ അമേരിക്ക ലോകത്ത് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് മിലിറ്ററി പവറാണ്. ഇനി ഇത് മാത്രമാണോ? ലോകം മൊത്തം അമേരിക്കയുടെ പവർ പ്രൊജക്റ്റ് ചെയ്യാം, ശക്തി കാണിക്കാം. അതിനുവേണ്ടി അവർക്ക് എന്തുണ്ട്? മിലിറ്ററി ബേസുകളുണ്ട്. ഇപ്പോൾ നിങ്ങളൊരു മാപ്പ് നോക്കിയാൽ തന്നെ കാണാം, ലോകത്തെ അമേരിക്ക പല കമാൻഡുകളാക്കി തിരിച്ചിട്ടുണ്ട്. നോർത്ത് അമേരിക്കൻ കമാൻഡ്, ആഫ്രിക്കൻ കമാൻഡ്, യൂറോപ്യൻ കമാൻഡ്, സെൻട്രൽ ഏഷ്യൻ കമാൻഡ്, അതുപോലെ ഇൻഡോ പസഫിക് കമാൻഡ്. അപ്പോൾ ഓരോ കമാൻഡിലും അമേരിക്കയുടെ സുഹൃത്തുക്കളായ രാഷ്ട്രങ്ങളുണ്ട്. അവിടെയെല്ലാം അമേരിക്കയ്ക്ക് സൈനിക ബേസുകളുണ്ട്, നേവൽ ബേസുകൾ, എയർ ബേസുകൾ. അങ്ങനെ ചില കണക്കുകൾ പ്രകാരം അമേരിക്കയ്ക്ക് ലോകത്തെമ്പാടും ഏകദേശം 800ഓളം സൈനിക ബേസുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, അമേരിക്കയ്ക്ക് എവിടെയും അവരുടെ പവർ കാണിക്കാം. അമേരിക്കൻ കപ്പലുകൾ, വിമാനവാഹിനി കപ്പലുകൾ ലോകത്തെ പ്രധാന കടലിലൂടെ എല്ലാം പോകുന്നുണ്ട്. അതിനാണ് നമ്മൾ 6ാം കപ്പൽപ്പട, 7ാം കപ്പൽപ്പട എന്നൊക്കെ പറയുന്നത്. അമേരിക്കയുടെ വിമാനങ്ങൾ ലോകത്തെ പല പ്രധാനപ്പെട്ട ബേസുകളിലുണ്ട്. അവർക്ക് എവിടെ ആക്രമിക്കാനും പറന്നെത്താൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ ദൈവത്തെ പറ്റി പറയുന്നൊരു പദമുണ്ട്. അതായത് എന്താ പറഞ്ഞത്, എല്ലായിടത്തും സ്പ്രെഡ് ചെയ്തെടുക്കുന്ന ആളാണ്, ഓംനി പ്രസൻ്റ് എന്ന് പറയും. അപ്പോൾ സത്യം പറഞ്ഞാൽ അമേരിക്ക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു ലോകരാഷ്ട്രീയത്തിൽ ദൈവത്തിന് കീഴിലുള്ളൊരു പവറാന്ന് പറയാം. അതായത് ദൈവം കഴിഞ്ഞ് നമുക്ക് അമേരിക്ക എന്ന് പറയാം. ആ രീതിയിൽ ശക്തമാണ് അമേരിക്കയുടെ എല്ലാ രീതിയിലുള്ള പവർ. അപ്പോൾ നമ്മൾ ലോകത്തിൻ്റെ ജിയോ പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഭൗമരാഷ്ട്രീയം നോക്കുകയാണെങ്കിൽ ശരിക്കും അതൊരു ചെസ്സ് കളിക്കുന്ന പോലെയാണ്. അപ്പോൾ ചെസ്സ് കളിക്കുമ്പോൾ നമുക്ക് പല വിധത്തിലുള്ള കരുക്കളുണ്ട്. ചെറിയ ബടൻ്റെ കരുവുണ്ട്, തേരുണ്ട്, ആനയുണ്ട്, രാജ്ഞിയുണ്ട്. അങ്ങനെ പല ഇമ്പോർട്ടൻസും പല പവറുമാണ്. അപ്പോൾ അമേരിക്കയുടെ പവർ നോക്കുകയാണെങ്കിൽ അങ്ങനെ അമേരിക്കയ്ക്ക് പല രീതിയിലുള്ള സുഹൃത്തുക്കളുണ്ട്. വലിയ വലിയ സുഹൃത്തുക്കളുണ്ട്, സാങ്കേതിക വിദ്യയുണ്ട്, സമ്പദ് വ്യവസ്ഥയുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും അമേരിക്കയ്ക്കുണ്ട്. അപ്പോൾ ജിയോ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ചെസ്സ് കളിക്കുന്ന പോലെയാണ്. അപ്പോൾ ആ ചെസ് ബോർഡിൽ ലോകം ഒരു ചെസ് ബോർഡായിട്ട് നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ അമേരിക്കയുടെ കരുക്കൾ പല ഏരിയയിലുണ്ട്. സെൻട്രൽ ഏഷ്യയിലുണ്ട്, സൗത്ത് ഏഷ്യയിലുണ്ട്, വെസ്റ്റ് ഏഷ്യയിലുണ്ട്, സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലുണ്ട്. അങ്ങനെ അമേരിക്ക ബാക്കിയുള്ള പവറുകളിൽ തന്നെ ചെക്ക് വെച്ചേക്കുവാണ്. ഇപ്പോൾ റഷ്യനെയും ചൈനേനെയൊക്കെ ചെക്ക് വെക്കാൻ അമേരിക്ക നോക്കുന്നത്. അപ്പോൾ ഓരോ രാജ്യങ്ങൾ അമേരിക്കയുടെ സുഹൃത്താകുമ്പോഴും ഒക്കെ അവരുടെ ഓരോ കരുക്കളുടെ നീക്കം പോലെ നമുക്ക് കാണാം. അപ്പോൾ ഇത് തന്നെയാണ് എല്ലാ രാജ്യങ്ങളും, അവരെല്ലാം ചെസ്സ് കളിക്കാൻ ശ്രമിക്കുവാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ജിയോ പൊളിറ്റിക്സ് മനസ്സിലാക്കാം. ഇനി നമുക്ക് അമേരിക്കയുടെ ഇൻഡോ പസഫിക് കമാൻഡിലേക്ക് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രവും പസഫിക് സമുദ്രവും ചേർന്നൊരു കമാൻഡാണ്. അപ്പോൾ ലോകത്ത് അതിസമ്പന്നമായൊരു മേഖല ഇവിടെയാണ്. ഉദാഹരണം നമ്മൾ നോക്കുകയാണെങ്കിൽ സിംഗപ്പൂർ, മലേഷ്യ, ഇന്തോനേഷ്യ, അതുപോലെ ചൈനയിലേക്കുള്ള റൂട്ട്. അപ്പോൾ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ഏരിയയാണ്. അപ്പോൾ മേജർ കപ്പൽ പാതകളുണ്ട്. അതിനെയാണ് സീ ലൈൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ, SLOC എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ മലാക്ക എന്ന് പറഞ്ഞൊരു സ്ട്രൈറ്റ് ഉണ്ട്, നമുക്ക് കാണാം. അവിടെ കൂടെയാണ് ഈ ഭാഗത്ത് കുറേ എണ്ണയും ബാക്കി വസ്തുക്കളൊക്കെ പോകുന്നത്. അപ്പോൾ അവിടെയെല്ലാം അമേരിക്കയ്ക്ക് സൈന്യമുണ്ട്. ഇനി നമ്മൾ അമേരിക്കയുടെ ഭൂമിശാസ്ത്രം നോക്കുകയാണെങ്കിൽ വളരെയധികം അനുഗ്രഹിക്കപ്പെട്ട രാജ്യമാണ്. കാരണം വിശാലമായ 2 കടൽ തീരങ്ങൾ, ഒന്ന് അറ്റ്ലാന്റിക്കും ഒന്ന് പസഫിക്കും. അമേരിക്കയുടെ അതിർത്തിയിലുള്ള രാജ്യങ്ങൾ അമേരിക്കയുടെ ശത്രുക്കളല്ല. ഇപ്പോൾ കാനഡ ആവട്ടെ, മെക്സിക്കോ ആവട്ടെ. അപ്പോൾ അമേരിക്ക ജിയോഗ്രഫിക്കലി വളരെ അനുഗ്രഹിക്കപ്പെട്ട സ്റ്റേറ്റാണ്. അതാണ് 1ഉം 2ഉം ലോകമഹായുദ്ധങ്ങളിൽ ഏറ്റവും കുറവ് ഡാമേജ് സംഭവിച്ച രാജ്യം അമേരിക്കയാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കിയതോ അതും അമേരിക്കയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ രീതിയിലുള്ള വളരെ യോഗങ്ങൾ തന്നെ എന്ന് പറയാം അനുഭവിക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. അങ്ങനെ അമേരിക്ക ഒരു സൂപ്പർ പവർ സ്റ്റാറ്റസ് ഉണ്ട്. അപ്പോൾ അമേരിക്കയുടെ പഴയ ശത്രുവാണ് റഷ്യ. റഷ്യൻ അമേരിക്ക വളയുന്നുണ്ട്, നമുക്കറിയാം. നാറ്റോ എന്ന് പറഞ്ഞ സഖ്യം വളയുന്നുണ്ട്. അതുപോലെ ഈ തെക്ക് കിഴക്കൻ ഏഷ്യയിലും കിഴക്കൻ ഏഷ്യയിലും അമേരിക്കയ്ക്ക് ധാരാളം സുഹൃത്തുക്കളുണ്ട്. ഉദാഹരണം ജപ്പാൻ, അതുപോലെ തന്നെ ദക്ഷിണ കൊറിയ, തായ്വാൻ, ഇവിടെ എല്ലാം അമേരിക്കയുടെ മിലിറ്ററി ബേസ് ഉണ്ട്. ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്. അപ്പോൾ ഈ ജപ്പാനും സൗത്ത് കൊറിയയിലൊക്കെയുള്ള മിലിറ്ററി ബേസ് നമ്മളൊരു ഐലൻഡ് ചെയിൻ എന്ന് പറയാം. അതായത് ദ്വീപുകൾ കൊണ്ടൊരു ചെയിൻ കിട്ടിയേക്കുവാണ്. ഈ ചെയിൻ വെച്ച് ആരെയാണ് അമേരിക്ക കെട്ടാൻ ഉദ്ദേശിക്കുന്നത്? സംശയമില്ല, ചൈന എന്ന് പറഞ്ഞ വൻ വ്യാളിനെയാണ്. അപ്പം മാപ്പ് നോക്കുക, ചൈനേനെ ഇപ്പോഴത്തെ അവസ്ഥ അമേരിക്ക വരഞ്ഞ് മുറുക്കിയിട്ടുണ്ട്. ചൈനയുടെ ചുറ്റുമുള്ള രാജ്യങ്ങളെല്ലാം അമേരിക്കയുടെ ട്രീറ്റി പാർട്ട്നേഴ്സാണ്. അപ്പോൾ അങ്ങനെ അമേരിക്ക ലോകരാഷ്ട്രീയത്തിൽ ഭയങ്കര അസൂയാർഹമായ ഒരു പൊസിഷനിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. പക്ഷേ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാം ശാശ്വതമല്ല. ഇപ്പോൾ ചൈന എന്ന് പറഞ്ഞൊരു രാജ്യം കഴിഞ്ഞ 50 കൊല്ലം കൊണ്ട് വളരെയധികം മാറ്റം വന്നിട്ടുണ്ട്.
സാമ്പത്തികമായിട്ട് സാങ്കേതികമായിട്ട് ഒക്കെ വളരെയധികം മുന്നേറ്റം വന്നിട്ടുണ്ട്. അവരുടെ ചൈനക്കാരുടെ ജീവിത നിലവാരം വളരെയധികം ഉയർന്നിട്ടുണ്ട്. സൈനികമായിട്ട് വളരെയധികം ഉയരുന്നുണ്ട്. രാഷ്ട്രീയപരമായിട്ടൊരു വൻ ശക്തിയാവുന്നുണ്ട്. അപ്പോൾ ഒരു 50 കൊല്ലം മുമ്പുള്ള ചൈനയല്ല ഇപ്പോൾ. ചൈന ഇപ്പോൾ വളരെയധികം വളർന്ന് സത്യം പറഞ്ഞാൽ അമേരിക്കനെ വെല്ലുവിളിക്കാൻ നിൽക്കുന്നൊരു ശക്തിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ചൈന ഒരു അടുത്ത സൂപ്പർ പവർ ആകുന്നത് പല രാജ്യങ്ങളും പറയുന്നുണ്ട്, പല വിദഗ്ധന്മാർ പറയുന്നുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ട് നോക്കുകയാണെങ്കിൽ ചൈന UN പെർമനൻറ്റ് മെമ്പർഷിപ്പുള്ള രാജ്യമാണ്. പല രാജ്യങ്ങൾക്കും ചൈനയായിട്ട് നല്ല ബന്ധമാണ്. സാമ്പത്തികപരമായിട്ട് നോക്കുകയാണെങ്കിൽ ചൈനയുടെ GDP അമേരിക്കയുടെ GDPന് ഇപ്പോൾ വെല്ലുവിളിക്കുന്നുണ്ട്. ലോകത്തിലെ ടോപ്പ് 500 കമ്പനികൾ നോക്കുകയാണെങ്കിൽ അതിൽ പലതും ചൈനീസ് കമ്പനികളാണ്. ഇപ്പോൾ അമേരിക്കയുടെ ശക്തിയായ ചില കമ്പനികളുണ്ട്. ഉദാഹരണം നമുക്ക് പറയാം, ഫാങ് എന്ന് പറയാം. മാങ്, മെറ്റ, ആപ്പിൾ, ആമസോൺ, നെറ്റ്ഫ്ലിക്സ്, ഗൂഗിൾ. അപ്പോൾ ഇതിൻ്റെ ഒരു 100 കമ്പനികൾ അമേരിക്കയ്ക്ക് ഉണ്ട്. ഞാൻ പ്രധാനപ്പെട്ട ചില കമ്പനികളാണ് പറഞ്ഞത്. അപ്പോൾ ഇതിനെ വെല്ലുവിളിക്കാൻ ശരിക്കും ലോകത്ത് കമ്പനികളുള്ള വേറൊരു രാജ്യമാണ് ചൈന. ഉദാഹരണമാണ് ബാറ്റ്, ബെയ്ദു, അലിബാബ, ടെൻസെൻറ്റ്. അങ്ങനെ ലോകത്തുനിന്ന് പല പ്രധാനപ്പെട്ട കമ്പനികളും ചൈനയിൽ നിന്ന് വരുന്നുണ്ട്. ഇപ്പോൾ ഇലക്ട്രിക് വെഹിക്കിളുകൾ ചൈനയുടെ BYD, ഡ്രോണുകളിൽ ചൈനയുടെ DJI. അങ്ങനെ പല രംഗത്തും ചൈന ഇന്ന് ലോകത്തിൻ്റെ ഏറ്റവും വലിയ ഫാക്ടറിയാണ്. പല സാങ്കേതിക വിദ്യയിലും ചൈനക്കാർ ഭയങ്കര മുന്നേറ്റം നടത്തുന്നുണ്ട്. ഇപ്പോൾ ഡ്രോണുകളാവട്ടെ, 5G ആവട്ടെ, മൊബൈലാവട്ടെ, ഇപ്പോൾ ഹുവാവയുടെ മൊബൈലുകൾ നോക്കുക. അങ്ങനെ പല രംഗത്ത് സാമ്പത്തികപരമായിട്ടും അതുപോലെ തന്നെ സാങ്കേതികപരമായിട്ടും ചൈന മുന്നേറുകയാണ്. ഇപ്പോൾ ചൈനക്കാർ ലോകത്തെ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള ജനതയാവുകയാണ്. സയൻസ്, ടെക്നോളജി, എൻജിനീയറിങ്, മാത്തമാറ്റിക്സിലെല്ലാം ചൈനീസ് വിദ്യാർത്ഥികൾ വളരെയധികം മുന്നേറുന്നുണ്ട്. അങ്ങനെ എല്ലാ രീതിയിലും ചൈന ഒരു ലോകശക്തിയാവാൻ വളരെയധികം ചാൻസ് കൽപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ലോകശക്തിയാവാൻ പവർ വേണം. അതിൽ പൊളിറ്റിക്കൽ പവർ, എക്കണോമിക്കൽ പവർ, ടെക്നോളജിക്കൽ പവർ, ഇത് കൂടാതെ സോഫ്റ്റ് പവർ. ചൈനീസ് സംസ്കാരത്തിന് ലോകത്ത് വളരെയധികം ആരാധകരുണ്ട്. ചൈനീസ് ഭാഷയാവട്ടെ, കുങ്ഫു ആവട്ടെ, കരാട്ടെ ആവട്ടെ, ചൈനയുടെ പുരാതന ചിന്തകളാവട്ടെ, ചൈനീസ് ബുദ്ധിസം ആവട്ടെ. പക്ഷേ സൈനികപരമായിട്ട് നോക്കുകയാണെങ്കിൽ ചൈനയ്ക്ക് ചില പോരായ്മകളുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ജിയോഗ്രഫി നോക്കേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞു അമേരിക്ക വളരെയധികം അനുഗ്രഹീതമായ ജിയോഗ്രഫി ഉള്ള രാജ്യം. പക്ഷേ ചൈന അങ്ങനെയല്ല. നിങ്ങൾ ചൈനയുടെ ബോർഡർ നോക്കുക. അതിർത്തിയിലുള്ള 13 രാജ്യങ്ങളോടായിട്ട് ചൈനയ്ക്ക് അതിർത്തി തർക്കം പല കാലങ്ങളിലുണ്ടായിരുന്നു. പലതും പരിഹരിച്ചു. എങ്കിലും ചൈനയുടെ ചുറ്റുമുള്ള രാജ്യങ്ങളായിട്ട് ചൈനയ്ക്ക് അത്ര നല്ല ബന്ധമല്ല. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ തെക്കുള്ള ഇന്ത്യയായിട്ട് ചൈനയ്ക്ക് അത്ര നല്ല ബന്ധമല്ല. ബാക്കി മധ്യേഷ്യയിലെ പല രാജ്യങ്ങളുമായിട്ട് ചൈനയ്ക്ക് ചില പ്രശ്നങ്ങളുണ്ട്. ഇനി നമ്മൾ മറ്റേ അതിർത്തി നോക്കുകയാണെങ്കിൽ ചൈനയുടെ കടൽ തീരം നോക്കുക. അമേരിക്കയുടെ പോലെ വിശാലമായ കടൽ തീരം അവർക്കില്ല. ചൈന ഒരു കേജ്ഡായ സീ പവറാണ്. അതായത് തടങ്കിൽ അടയ്ക്കപ്പെട്ടൊരു സീ പവറാണെന്ന് പറയാം. കാരണം ചൈനയുടെ തൊട്ടടുത്ത് തന്നെ ധാരാളം ദ്വീപുകളുണ്ട്. ഇപ്പോൾ ഒരു ഭാഗത്ത് ജപ്പാനുണ്ട്, തെക്കൻ കൊറിയുണ്ട്, വിഘടിത പ്രവിശ്യയായ തായ്വാനുണ്ട്, ഫിലിപ്പീൻസ് ഉണ്ട്. അപ്പോൾ അവർക്കെല്ലാം അവരുടേതായ നാവിക പ്രദേശമുണ്ട്. അപ്പോൾ ചൈനയുടെ കോസ്റ്റൽ പോർഷൻ അത്ര ഓപ്പൺ അല്ല, നമുക്ക് കാണാം. കാരണം ഇപ്പോൾ ഉദാഹരണം പറയുവാണെങ്കിൽ അമേരിക്കയുടെ കടൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്കൊരു വീടുണ്ട്, ആ വീട്ടിലേക്ക് വിശാലമായ വഴിയുണ്ട്, കാർ പാർക്കിംഗ് ഏരിയ ഉണ്ട്. അപ്പോൾ അങ്ങനെ വലിയൊരു ഏരിയയാണ് അമേരിക്കയുടെ സ്ഥലം. അപ്പോൾ അമേരിക്കയ്ക്ക് കാറോ ട്രക്കോ എന്താണെന്ന് വെച്ചാൽ കൊണ്ടുവരാം. അങ്ങനത്തെ ഒരു വീടാണ് അമേരിക്ക. ഇനി ചൈനയിലാണോ? അങ്ങനെയല്ല. ഇവരുടെ വീടിന് മുമ്പിൽ ചെറിയൊരു തട്ടുകടയുണ്ട്, ചെറിയൊരു സൈക്കിൾ പഞ്ചർ കടയുണ്ട്, അങ്ങനെ പല പല കടകളുണ്ട്. അപ്പോൾ അവരെ ഒന്നും തട്ടാൻ പാടില്ല. അങ്ങനെ വണ്ടിയൊക്കെ കയറ്റാൻ ഭയങ്കര പാടാണ്. അങ്ങനത്തെ ഒരു എക്സാമ്പിൾ നമുക്ക് ഊഹിക്കാം. അപ്പോൾ ചൈനയുടെ ഒരു വലിയ പോരായ്മ എന്ന് പറഞ്ഞാൽ ചൈനയ്ക്ക് നാവികപരമായിട്ട് പവർ പ്രൊജക്റ്റ് ചെയ്യാൻ കുറച്ച് പാടാണ്. അപ്പോൾ അത് കവർ ചെയ്യാനാണ് ചൈന ഇപ്പോൾ തെക്കൻ ചൈന കടലിൻ്റെ ഭാഗത്ത് ചൈന കയ്യേറ്റങ്ങൾ നടത്തുന്നത്. നമുക്കറിയാം ചൈന അവിടെ ദ്വീപുകൾ ഉണ്ടാക്കുന്നു, ചുറ്റുമുള്ള രാജ്യങ്ങളുമായിട്ടൊക്കെ തർക്കിക്കുന്നു. അതുപോലെ ജപ്പാൻ്റെ കടലിൽ ചൈന ജപ്പാനുമായിട്ട് തർക്കിക്കുന്നു. അപ്പോൾ എന്നും ഭൂമിശാസ്ത്രം ചൈനയ്ക്കൊരു വലിയ പ്രശ്നമാണ്. ഇവിടെയാണ് വേറൊരു ഇഷ്യൂ വരുന്നത്. ചൈനയ്ക്കുള്ള ഒരു ധാരാളം ഇന്ധനങ്ങൾ, അതായത് പെട്രോൾ, ഇതൊക്കെ വരുന്നത് കപ്പൽ വഴിയാണ്. അപ്പോൾ നമ്മൾ മാപ്പ് നോക്കുകയാണെങ്കിൽ മലാക്ക എന്ന് പറഞ്ഞൊരു സ്ട്രൈറ്റ്സ് ഉണ്ട്. അവിടെ കൂടെയാണ് ചൈനയിലേക്കുള്ള 80% ഇന്ധനം വരുന്നത്, പെട്രോൾ, ഗ്യാസൊക്കെ. അപ്പോൾ ഒരു യുദ്ധം വന്ന അവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അമേരിക്കയുടെ നാവിക സൈന്യം അവിടെയുണ്ട്. അമേരിക്കയ്ക്ക് അത് ലോക്ക് ചെയ്യാം. അങ്ങനെ വന്നാൽ ചൈനയ്ക്ക് ഇന്ധനം ഇല്ലാണ്ട് ചൈന പെട്ടുപോകും. അപ്പോൾ ചൈനയ്ക്കൊരു വലിയ പ്രശ്നമുണ്ട്. അതിനാണ് മലാക്ക ട്രാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ കവർ ചെയ്യാൻ ചൈന ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ചൈനീസ് സൈന്യം, പീപ്പിൾസ് ലിബറേഷൻ ആർമി, ചൈനയുടെ നേവി, എയർഫോഴ്സിനൊക്കെ ധാരാളം പണമുണ്ട്. അപ്പോൾ അവരിഷ്ടം പോലെ പൈസ ഇടുന്നുണ്ട്, മോഡേണൈസ് ചെയ്യുന്നുണ്ട്, ലക്ഷക്കണക്കിന് സൈനികരുണ്ട്, ധാരാളം പുതിയ ആയുധങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ
ലോകത്തിലെ ജിയോ പൊളിറ്റിക്സിൽ നോക്കുവാണെങ്കിൽ ചൈന ധാരാളം മിലിറ്ററി ബേസുകൾ പല ഭാഗത്ത് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ നോക്കുവാണെങ്കിൽ ആഫ്രിക്കയിലെ ജിബൂട്ടിയിൽ, പാകിസ്ഥാനിലെ ഗ്വദാറിൽ, ശ്രീലങ്കയിലെ ഹംബൻ ടോട്ടയിൽ ഈ പോർട്ടുകളൊക്കെ ചൈന പല രീതിയിൽ നേടുന്നുണ്ട്. മ്യാൻമാറിൽ, ബംഗ്ലാദേശിൽ. അങ്ങനെ ചൈനയും നമ്മുടെ ലോകമാകുന്ന ചെസ് ബോർഡിൽ അവരുടെ കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കനെയൊക്കെ ചെക്ക് വയ്ക്കാൻ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രൊജക്റ്റിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ചൈനയുടെ ഏറ്റവും വലിയ മോഹമാണ് തെക്കൻ ചൈന കടലിലേക്കും നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും ശക്തി കാണിക്കുക എന്നുള്ളത്. അതിൽ ചൈനനെ സഹായിക്കുന്ന ഒരു രാജ്യത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ നമ്മൾ സൗത്ത് ഈസ്റ്റ് ഏഷ്യനെ പറ്റി ആണ് പറയുന്നത്. അപ്പോൾ അമേരിക്കനെ കമ്പയർ ചെയ്ത് ചൈനയ്ക്ക് ഇപ്പോഴും ധാരാളം ബേസുകളൊന്നുമില്ല. അപ്പോൾ സൗത്ത് ഈസ്റ്റ് ഏഷ്യ അല്ലെങ്കിൽ തെക്ക് കിഴക്കൻ ഏഷ്യ എന്ന് പറയണം, അതായത് മ്യാൻമാർ തുടങ്ങി ഫിലിപ്പീൻസ് വരെ അവിടെ ശക്തി കാണിക്കേണ്ട ചൈനയ്ക്ക് ഭയങ്കര ആവശ്യമാണ്. കാര്യം അത് ചൈനയുടെ അതിർത്തിയാണത്. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന അവിടെ കംബോഡിയ എന്നൊരു രാജ്യം വഴിയാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, മാപ്പിൽ നോക്കുക, ചൈനയുടെ തെക്കായിട്ട് ലാവോസ് എന്ന് പറഞ്ഞ രാജ്യം കടന്നാണ് ഈ കംബോഡിയ കിടക്കുന്നത്. അപ്പോൾ മാപ്പിൽ നമുക്ക് കാണാം കംബോഡിയ ഒരു ചെറിയ രാജ്യമാണ്. തായ്ലൻഡ്, വിയറ്റ്നാം, ലാവോസ് മുതലായ രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്. അതുപോലെ ഗൾഫ് ഓഫ് തായ്ലൻഡ് എന്ന് പറഞ്ഞ കടലുമായിട്ട് ധാരാളം കോസ്റ്റൽ ഏരിയയും ഈ പറയണ കംബോഡിയയ്ക്കുണ്ട്. അപ്പോൾ കോസ്റ്റൽ ഏരിയ ഉള്ള ഒരു രാജ്യമാണ് ഈ കംബോഡിയ. ഇനി കംബോഡിയയുടെ ഭൂമിശാസ്ത്രം നോക്കുവാണെങ്കിൽ ധാരാളം മലകളും കുന്നുകളൊക്കെ ഉണ്ട്. അതുപോലെ പ്ലെയിൻസ് ഉണ്ട്, കാടുകളുണ്ട്. മെക്കോങ് എന്ന് പറഞ്ഞൊരു നദി ഒഴുകുന്നുണ്ട്. ഇനി മെക്കോങ് നദിയുടെ ഭൂമിശാസ്ത്രം നോക്കുവാണെങ്കിൽ അത് ചൈനയുടെ ഭാഗത്ത് ഉത്ഭവിക്കുന്നതാണ്. തുടർന്ന് അത് ലാവോസിലൂടെ ഒഴുകി തുടർന്ന് കംബോഡിയയിൽ കൂടെയും വിയറ്റ്നാമിൽ കൂടെ ഒഴുകുകയാണ്. ഇനി കംബോഡിയയുടെ ജനസംഖ്യ നോക്കുവാണെങ്കിൽ ഏകദേശം 1.25 കോടി ജനങ്ങളാണുള്ളത്. അവരിൽ ഭൂരിഭാഗവും ഖെമർ എന്ന് പറഞ്ഞ വംശജരാണ്. കംബോഡിയക്കാരുടെ ഭാഷ ഖെമർ ഭാഷയാണ്. 97% ബുദ്ധ മതമാണ്. ഇനി കംബോഡിയയിലെ രാഷ്ട്രീയ വ്യവസ്ഥ നോക്കുവാണെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയാണ്. ഒരു രാജാവൊക്കെ ഉണ്ട്. റെഗുലർ ഇലക്ഷൻസ് ഉണ്ട്. പക്ഷേ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ കംബോഡിയയിൽ സത്യം പറഞ്ഞൊരു ഏകാധിപത്യം പോലെയാണ്. അവിടെ പൂർണ്ണമായിട്ടും ഫ്രീ ആയിട്ടുള്ള ഇലക്ഷൻ അല്ല നടക്കുന്നത്. അവിടുത്തെ ഭരിക്കുന്ന പാർട്ടിയുടെ പേരാണ് കംബോഡിയൻ പീപ്പിൾസ് പാർട്ടി. ആ പാർട്ടിക്ക് വ്യക്തമായ കൂടുതൽ അധികാരങ്ങളുണ്ട്. അപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾക്ക് അത്ര വലിയ ശക്തിയില്ല. അപ്പോൾ പൂർണ്ണമായിട്ടും കംബോഡിയയുടെ ഏകാധിപത്യമാണോ? അല്ല. എന്നാൽ എല്ലാം തികഞ്ഞൊരു ജനാധിപത്യമാണോ? അതുമല്ല. അപ്പോൾ അതാണ് കംബോഡിയ ഒരു ഹൈബ്രിഡ് ഡെമോക്രസി എന്ന് നമുക്ക് പറയാം. ഇനി നമ്മൾ കംബോഡിയയുടെ ചരിത്രം ചുരുക്കി പറയുവാണെങ്കിൽ ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് മഹത്തായ സംസ്കാരങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഖമർ സംസ്കാരം എന്നൊക്കെ പറയും. അങ്ങനെ 100-200 കൊല്ലം മുമ്പ് ഇതെല്ലാം ഫ്രഞ്ചുകാരുടെ കോളനിയായി. അവരുടെ കൊളോണിയൽ ഭരണമായിരുന്നു. പിന്നീട് 1940-കൾക്ക് ശേഷം ഫ്രഞ്ചുകാർ വീക്കായി, അവരവിടെ നിന്ന് പോയി. കംബോഡിയയിൽ കുറച്ചു കാലം രാജഭരണമായിരുന്നു. തുടർന്ന് കംബോഡിയയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണം വരും. അതിനാണ് ഖെമർ റുഷ് എന്ന് പറയുന്നത്. വളരെ ഭീകരമായ പീഡനമൊക്കെ ഉള്ള ഭരണമായിരിക്കും. അവർ 80-കളുടെ അവസാനം ആകുമ്പോഴേക്കും ഒരു തെറിക്കും. തുടർന്ന് കംബോഡിയ ഭരിക്കുന്ന വ്യക്തിയുടെ പേരാണ് ഹൂൺ സെൻ. അപ്പോൾ 1985 മുതൽ ഒരു 1-2 കൊല്ലം മുമ്പ് വരെ അദ്ദേഹമാണ് കംബോഡിയ ഭരിക്കുന്നത്. അപ്പോൾ ജനാധിപത്യമാണെങ്കിലും ഒരു വിർച്വൽ ഏകാധിപതിയാണ്. അപ്പോൾ അടുത്തിടെ അദ്ദേഹത്തിൻ്റെ മകനാണ് ഇപ്പോൾ കംബോഡിയയുടെ പുതിയ നേതാവ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ഹൂൺ മാനത്ത് എന്നാണ്. ഇനി സാമ്പത്തികപരമായിട്ട് നോക്കുവാണെങ്കിൽ കംബോഡിയയിൽ ധാരാളം കാലം യുദ്ധമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഭയങ്കര ദരിദ്ര രാജ്യമാണ്. പക്ഷേ ഇപ്പോൾ കംബോഡിയ വളരെയധികം വളരുന്നൊരു രാജ്യമാണ്. നമ്മൾ നോക്കുവാണെങ്കിൽ കംബോഡിയയിലെ ഗ്രാമങ്ങളിൽ എപ്പോഴും ഭയങ്കര ദാരിദ്ര്യമുണ്ട്. കൃഷിയൊക്കെ ഉണ്ട്. മാനുഫാക്ചറിങ് പയ്യെ പയ്യെ കയറുന്നുണ്ട്. ഇപ്പോൾ ഗാർമെൻറ്റ്സ് ആയിക്കോട്ടെ, ഇലക്ട്രോണിക്സ് ആയിക്കോട്ടെ, അതൊക്കെ ഭയങ്കരമായിട്ട് കയറുന്നുണ്ട്. കംബോഡിയയിൽ മൈനിങ് ഉണ്ട്. അതുപോലെ കൺസ്ട്രക്ഷൻ ഫീൽഡ് ഭയങ്കരമാണ്. ധാരാളം കാസിനോസും ടൂറിസ്റ്റ് ഹോമൊക്കെ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ വളരെ പൊട്ടൻഷ്യലുള്ളൊരു രാജ്യമാണ് കംബോഡിയ. ഇനി നമ്മൾ ചൈനയുടെയും കംബോഡിയയുടെയും ബന്ധം നോക്കുവാണെങ്കിൽ അവർ കാലാകാലങ്ങളിൽ നല്ല സുഹൃത്തുക്കളാണ്. അപ്പോൾ പതിറ്റാണ്ടുകളായിട്ട് ചൈനയും കംബോഡിയയും പരസ്പരം സുഹൃത്തുക്കളാണ്. കംബോഡിയനെ അന്തർദേശീയ രംഗത്തെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ചൈനയാണ്. അപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളും അമേരിക്കയൊക്കെ കംബോഡിയനെ ഒറ്റപ്പെടുത്തുമ്പോഴും ചൈനയാണ് പിന്തുണയ്ക്കുന്നത്. ഇനി തിരിച്ചും ചൈനയുടെ പല വിഷയങ്ങളും കംബോഡിയ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തെക്കൻ ചൈന കടലിലും അങ്ങനെ പല വിഷയത്തിലും ചൈനയ്ക്ക് കംബോഡിയയുടെ പൂർണ്ണ സപ്പോർട്ടുണ്ട്. അപ്പോൾ രാഷ്ട്രീയപരമായിട്ട് ഇവർ പരസ്പരം നല്ല കൂട്ടുകാരാണ്. കാരണം നമ്മൾ ഒരേ തൂവൽ പക്ഷികൾ ഒന്നിച്ചു പറക്കുമെന്ന് പറയും. ചൈന ഒരു ലിബറൽ ഡെമോക്രസി അല്ല, കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യമാണ്. കംബോഡിയം ഏകദേശം അങ്ങനെയാണ്. അപ്പോൾ അവർ തമ്മിലൊരു സിമിലർ ബൈയാണ്. ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ കംബോഡിയയുടെ നേതാവ് ഹൂൺ മാനത്ത് ഇപ്പോൾ തന്നെ 2 തവണ ചൈന വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അവർ വളരെ ക്ലോസ് ആണ്. ഇനി അതിലും പ്രധാനമായവരുടെ ബന്ധം എന്ന് വെച്ചാൽ അവരുടെ സാമ്പത്തിക ബന്ധമാണ്. അപ്പോൾ കംബോഡിയ കാലാകാലങ്ങളായിട്ട് ചൈനയുമായിട്ട് നല്ല വ്യാപാരമുള്ള രാജ്യമാണ്.
അപ്പോൾ ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമാണ് കംബോഡിയ. അങ്ങനെ ധാരാളം പ്രൊജക്റ്റുകൾ കംബോഡിയ വന്നിട്ടുണ്ട്. ഏകദേശ കണക്കനുസരിച്ച് 15 ബില്യണോളം, അതായത് ഏകദേശം ഒരു 1.25 ലക്ഷം കോടി ചൈന കംബോഡിയ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാക്കുക, കംബോഡിയ പോലത്തെ ഒരു ദരിദ്ര രാജ്യത്തിന് അത് വലിയൊരു കാര്യമാണ്. ഇപ്പോൾ അവിടുത്തെ ഒരു വലിയ സ്പെഷ്യൽ എക്കണോമിക് സോൺ ഉണ്ട്, ഷിഹാനൂക്ക് വില്ലേ, അതിൽ ചൈനയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ടെക്കോ എന്ന് പറഞ്ഞൊരു ഇൻ്റർനാഷണൽ എയർപോർട്ടുണ്ട്, ആങ്കോർ എന്ന് പറഞ്ഞൊരു ഇൻ്റർനാഷണൽ എയർപോർട്ടുണ്ട്, ചില കനാലുകളുണ്ട്, റെയിൽവേ ഉണ്ട്, മെട്രോസ് ഉണ്ട്, ടൂറിസ്റ്റ് ഹോട്ടലുകളുണ്ട്, കാസിനോസ് ഉണ്ട്. അങ്ങനെ പല പ്രൊജക്റ്റുകളിലും ധാരാളം പ്രൊജക്റ്റുകളുണ്ട്, മൈനുകൾ. ഇതിലൊക്കെ ചൈനയുടെ പണം കംബോഡിയയിലേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ചൈനയുടെ പണം കംബോഡിയയിലേക്ക് ഇറങ്ങുമ്പോൾ കംബോഡിയയ്ക്ക് ഗുണമുണ്ട്. അപ്പോൾ കംബോഡിയ ഒരു വലിയ ഫാക്ടറിയായി മാറുവാണ് ലോകത്തിൻ്റെ. ഗാർമെൻസിൻ്റെയും ഇലക്ട്രോണിക്സിൻ്റെയൊക്കെ വലിയ പ്രൊഡക്ഷനാണ്. അങ്ങനെ ധാരാളം കംബോഡിയക്കാർക്ക് ജോലി കിട്ടുന്നുണ്ട്. അങ്ങനെ കംബോഡിയയിൽ മൊത്തം ഒരു സാമ്പത്തികമായ നല്ല മുന്നേറ്റം നമുക്കിപ്പോൾ കാണാം. ഇപ്പോൾ വളരെയധികം പ്രോമിസിംഗ് ആയ ഒരു രാജ്യമാണ് കംബോഡിയ. ഇനി നമ്മൾ പറയാൻ പോകുന്നത്, കംബോഡിയ ചൈനയോട് വളരെ കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ ബന്ധം എന്ന് പറഞ്ഞാൽ പരസ്പരം ഡിപ്പെൻഡൻസ് അല്ല. ചൈനയ്ക്ക് കംബോഡിയ ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ കംബോഡിയയ്ക്ക് ചൈന ഇല്ലെങ്കിൽ പണിയാണ്. കംബോഡിയയ്ക്ക് ഏകദേശം ഒരു 90,000 കോടി വിദേശ കടമുണ്ട്. അതിൽ 40% ആരോടാണ്? ചൈനയോടാണ്. അപ്പോൾ ധാരാളം ചൈനീസ് ലോണുകളും ചൈനീസ് സാമ്പത്തിക സഹായമൊക്കെ കംബോഡിയ വാങ്ങിയിട്ടുണ്ട്. ഇനി മനസ്സിലാക്കുക, ചൈന എന്ന് വെച്ചാൽ പഴയ ബ്ലേഡുകാരുടെ സ്വഭാവമാണ്. അവരൊരു വീട്ടിലേക്ക് ലോൺ കൊടുക്കുകയാണെങ്കിൽ ആ വീടിൻ്റെ ആധാരം കണ്ടിട്ടാണ്. അതുപോലെ കംബോഡിയയിൽ ചൈനയ്ക്ക് പല ജിയോ പൊളിറ്റിക്കൽ എയിംസും ഉണ്ട്, പല സ്ട്രാറ്റജിക് എയിംസും ഉണ്ട്. അതുകൊണ്ടാണ് ചൈന ധാരാളം ലോണുകൾ കംബോഡിയ ചെയ്യുന്നത്. അപ്പോൾ പല പ്രൊജക്റ്റുകളും ഡ്യുവൽ പർപ്പസാണ്, അതായത് സിവിലിയൻ പർപ്പസിന് ഉപയോഗിക്കാം, മിലിറ്ററി പർപ്പസിന് ഉപയോഗിക്കാം. ഇപ്പോൾ ചില കാര്യം നിരീക്ഷിച്ചിട്ടുണ്ട്, ചൈന നിർമ്മിക്കുന്ന പല എയർപോർട്ടിലെയും എയർ സ്ട്രിപ്പുകൾ ഭയങ്കര വലുതാണ്. അപ്പോൾ വളരെ വലിയ എയർ സ്ട്രിപ്പുകൾ എന്ന് പറഞ്ഞാൽ യുദ്ധവിമാനങ്ങൾക്ക് ഇറങ്ങാനും കയറാനുമാണ്. അപ്പോൾ ഒരാവശ്യം വന്നാൽ ഈ എയർ സ്ട്രിപ്പ് ചൈനയുടെ എയർബേസ് ആക്കാൻ ചൈനയ്ക്ക് പറ്റും. കംബോഡിയയിൽ ചൈന ഡെവലപ്പ് ചെയ്യുന്ന പല പോർട്ടിലും നാളെ ചൈനീസ് നാവികസേനയുടെ കപ്പൽ വരും. അങ്ങനെ കംബോഡിയനെ ഒരു വലിയ ചൈനീസ് സൈനിക ബേസാക്കാൻ ചൈനയ്ക്ക് പ്ലാനുണ്ട്. അങ്ങനത്തെ ചില പ്രൊജക്റ്റുകളെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഒന്നാണ് ഫുനാൻ ടെക്കോ കനാൽ. അപ്പോൾ നമ്മളിത് മനസ്സിലാക്കണമെങ്കിൽ മെക്കോങ് നദിയെപ്പറ്റി നോക്കുക, മാപ്പ് നോക്കുക. അപ്പോൾ അത് ചൈനയിൽ നിന്ന് ഉത്ഭവിച്ച് ലാവോസിൽ കൂടി കംബോഡിയയിൽ കൂടെ വന്ന് വിയറ്റ്നാമിലേക്ക് ഒഴുകുന്ന നദിയാണ്. അപ്പോൾ വിയറ്റ്നാമിൽ ധാരാളം പോർട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ കംബോഡിയയ്ക്ക് അധികം പോർട്ടുകളൊന്നുമില്ല. ആ പോർട്ട് വളരെ വീക്കാണ്, അധികം ചരക്കൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കാലാകാലങ്ങളായിട്ട് കംബോഡിയ എന്നുള്ള ചരക്ക് വിയറ്റ്നാമിലേക്കാണ് പോയി വന്നത്. അപ്പോൾ വിയറ്റ്നാമിനെ ഡിപ്പെൻഡ് ചെയ്യുവാണ്. അപ്പോൾ ഈ ഒരു പോർട്ടിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, കംബോഡിയയുടെ തലസ്ഥാനമായ ഫോം പെന്നിനെ ഒരു കംബോഡിയയിലെ പോർട്ടുമായിട്ട് ബന്ധിപ്പിക്കുകയാണ്. അപ്പോൾ 150 കിലോമീറ്റർ ലെങ്ത് ഉള്ളൊരു കനാലാണ്, 100 മീറ്റർ വീതിയും ഏകദേശം 1.25 മീറ്റർ ആഴ്ചയുണ്ട്. അപ്പോൾ ഒരു 1.7 ബില്യൻ്റെ പ്രൊജക്റ്റാണ്. ഏകദേശം അതൊരു 12,000-13,000 കോടിയുടെ പ്രൊജക്റ്റാണ്. ചൈന റോഡ് ആൻഡ് ബ്രിഡ്ജ് കോർപ്പറേഷൻ എന്ന കമ്പനിയാണ് ഇത് ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ മെക്കോങ് റിവറിൻ്റെ അവിടെ ഒരു കനാലാണ്, നമുക്ക് മാപ്പിൽ കാണാം. ഈ കനാൽ വഴി തലസ്ഥാനം കണക്റ്റ് ആവും. കംബോഡിയ ഒരു പുതിയ റൂട്ട് കൊണ്ടുവരുവാണ് കംബോഡിയയുടെ തന്നെ പോർട്ടിലേക്ക്. ഇനിയിപ്പോൾ കംബോഡിയ വിയറ്റ്നാമിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ കംബോഡിയനെ ചൈന സഹായിക്കുവാണ്. ഈ പ്രൊജക്റ്റിൻ്റെ കണക്ക് നോക്കുകയാണെങ്കിൽ 51% ഓഹരി കംബോഡിയക്കാരുടെയും 49% ഓഹരി ചൈനക്കാരുടെയാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ഈ പോർട്ടിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഈ കനാലിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇനി കംബോഡിയ വിദേശ വ്യാപാരം നടത്താൻ വിയറ്റ്നാമിലേക്ക് പോകേണ്ട ആവശ്യമില്ല, സ്വന്തം പോർട്ട് ഉപയോഗിക്കാം. പക്ഷേ ഇതാണോ യഥാർത്ഥ പർപ്പസ്? അല്ല. നിങ്ങൾ മാപ്പ് നോക്കുക. ഇനിയിപ്പോൾ ഈ കനാൽ ഇത്രയും കൂടെ വീതി വെച്ചാൽ, ഇത്രയും കൂടെ ആഴം വെച്ചാൽ, ചൈനീസ് നാവികസേനയുടെ കപ്പലുകളും ബോട്ടുകളും മിസൈൽ ബോട്ടുകളും തെക്കൻ ചൈനയിൽ നിന്ന് പുറപ്പെട്ടാൽ ലാവോസ് ചൈനയുടെ സുഹൃത്താണ്, കംബോഡിയ വഴി എങ്ങോട്ട് വരും? ഗൾഫ് ഓഫ് തായ്ലൻഡിലേക്ക് വരും. അപ്പോൾ നിങ്ങൾ മാപ്പ് നോക്കുക. ചൈനയിൽ നിന്ന് യുദ്ധക്കപ്പലുകൾ എങ്ങോട്ട് അയക്കാം? ചൈനയിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ തായ്ലൻഡ് ഉൾക്കടലിലേക്ക് വരും. അങ്ങനെ വന്നാൽ വിയറ്റ്നാമിനെ ചൈന കവർ ചെയ്യും. വിയറ്റ്നാമും ചൈനയും തമ്മിൽ പ്രശ്നങ്ങളുണ്ട്. അവിടെ നിന്ന് ഈ കപ്പലിന് തെക്കൻ ചൈന കടലിലേക്ക് പോവാം. അപ്പോൾ അതൊരു വലിയ പ്രൊജക്റ്റുള്ള സംഭവമാണ്. അപ്പോൾ ചൈനയുടെ ലക്ഷ്യം അതിലും വലുതാണ്. അവിടെയുള്ള അമേരിക്കൻ നാവികസേന വരെ ചൈനയ്ക്ക് വെല്ലുവിളിക്കാം. അപ്പോൾ ഈ ഒരു കനാൽ മാത്രമല്ല ചൈന പണിയുന്നത്. ഈ കനാൽ അടുത്തൊരു ഉദ്ഘാടനം ചെയ്തു. വേറൊരു പ്രൊജക്റ്റാണ് സയാം റീപ്പ് എന്ന് പറഞ്ഞൊരു നാവികത്താവളമുണ്ട്. അത് കംബോഡിയയുടെ അകത്താണ്, ഒരു കനാലുമായിട്ട് ബന്ധമുണ്ട്. അങ്ങനെ കടലിലേക്ക് വരാൻ പറ്റും. ഇത് ചൈന പുതുക്കി കൊടുക്കുന്നുണ്ട്. സാറ്റലൈറ്റ് പിക്ചർ കാണിക്കുന്നത് ചൈന അവിടുത്തെ ജെട്ടികളൊക്കെ വലുതാക്കുന്നുണ്ട്. പലതവണ ചൈനീസ് യുദ്ധക്കപ്പലുകൾ പീപ്പിൾസ് ലിബറേഷൻ ആർമി നേവിയുടെ യുദ്ധക്കപ്പലുകൾ സന്ദർശിക്കുന്നുണ്ട്.
അപ്പോൾ അവിടെ കംബോഡിയ അത് ചൈനീസ് ബേസ് അല്ലെന്നാണ് പറയുന്നത്. പക്ഷേ പ്രാക്ടിക്കലി ചൈനക്കാരവിടെ വരുന്നു പോകുന്നു. അപ്പോൾ ഇത് ഈ കനാലുമായിട്ട് ചിലപ്പോൾ ലിങ്ക് ചെയ്തേക്കാം. അങ്ങനെ ചൈനീസ് കപ്പലുകൾക്ക് ഗൾഫ് ഓഫ് തായ്ലൻഡിലും തെക്കൻ ചൈനക്കടലിലും വരാൻ എളുപ്പവും. അപ്പോൾ ഈ ചൈനയ്ക്ക് പ്രശ്നമായിരുന്ന മലാക്ക ട്രാപ്പിനെ പറ്റി നമ്മൾ പറഞ്ഞു. അമേരിക്കയ്ക്ക് ഏത് സമയം ലോക്ക് ചെയ്യാൻ പറ്റുന്ന മലാക്ക ട്രാപ്പ്. ഇനി ഇത് നടന്നാൽ അങ്ങനെ പറ്റണമെന്നില്ല. കാരണം ചൈനീസ് നാവികസേനയ്ക്ക് അവിടെ വരാൻ പറ്റും, അമേരിക്കയെ നേരിടാൻ പറ്റും, ചൈനയുടെ ശത്രുവായ വിയറ്റ്നാമിനെ വളയാൻ പറ്റും. അപ്പോൾ ചൈനയ്ക്ക് വലിയ പ്ലാനുകളുണ്ട്. അപ്പോൾ ഒന്ന് സയാം റീപ്പ് നേവൽ ബേസ്, ഇനി വേറൊന്ന് റീം എന്ന് പറഞ്ഞൊരു നേവൽ ബേസ് ഉണ്ട്. അത് ഗൾഫ് ഓഫ് തായ്ലൻഡിൻ്റെ അടുത്താണ്. അവിടെ പണ്ട് അമേരിക്കയാണ് നിർമ്മിക്കാൻ സഹായിച്ചത്. 2-3 കൊല്ലം മുമ്പ് കംബോഡിയക്കാരെ തല്ലിപ്പൊട്ടിച്ചു കളഞ്ഞു അമേരിക്കൻ പ്രൊജക്റ്റ്. എന്നിട്ടിപ്പോൾ ചൈനയാണത് പണിയുന്നത്. അങ്ങനെ ചൈനീസ് അസിസ്റ്റൻസോടുകൂടി സാറ്റലൈറ്റ് ഇമേജുകളും കാണിക്കുന്നുണ്ട്. അവിടുത്തെ ജെട്ടികളൊക്കെ വലുതായിട്ടുണ്ട്. ഇപ്പോൾ ധാരാളം ചൈനീസ് കപ്പലുകൾ അവിടെ വരുന്നുണ്ട്, നാവികസേനയുടെ കപ്പലുകൾ. അപ്പോൾ നമ്മൾ കംബോഡിയ മൊത്തം നോക്കുവാണെങ്കിൽ ഫുനാൻ ടെക്കോ കനാലും സയാം റീപ്പ് നേവൽ ബേസും റീം നേവൽ ബേസും, ഇത് മൂന്നും വന്നാൽ കംബോഡിയയുടെ അടുത്തുള്ള കടൽ ഒരു ചൈനീസ് ലേക്ക് ആവാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ചൈനയിൽ നിന്ന് പുറപ്പെട്ട് ഈ വഴി വരാൻ പറ്റും ചൈനീസ് യുദ്ധക്കപ്പലുകൾക്ക്. അപ്പോൾ അത് ചൈനയ്ക്ക് പവർ പ്രൊജക്ഷന് ചൈന ആരുപയോഗിക്കുവാണ്? കംബോഡിയ ഉപയോഗിക്കുവാണ്. അപ്പം അങ്ങനെ വന്നാൽ അത് വിയറ്റ്നാമിന് ഭയങ്കര ഭീഷണിയാണ്, കാലക്രമേണ അമേരിക്കയ്ക്കും ഭീഷണിയാണ്. ഇനി അടുത്ത ഒരു പ്രൊജക്റ്റ് ഉണ്ട്, അതിനെയും കൂടെ ഇതുമായിട്ട് കണക്ട് ചെയ്യാം. അത് ചൈന ഡിസ്കസ് ചെയ്തൊരു പ്രൊജക്റ്റാണ്. നമ്മുടെ തായ്ലൻഡിൽ നിന്ന് നടുക്ക് കട്ട് ചെയ്തൊരു പുതിയ കനാൽ വരുവാണ്. മാപ്പ് നോക്കുക, അതിൻ്റെ പേരാണ് ക്രാക്ക് കനാൽ. അപ്പോൾ ആ കനാൽ വന്നാലുള്ള ഗുണം, ആ കനാൽ വന്നാൽ ഇന്ത്യയുടെ ആൻഡമാൻ കടലും നമ്മുടെ ഗൾഫ് ഓഫ് തായ്ലൻഡും കണക്റ്റ് ആവും. അല്ലെങ്കിൽ ഇന്ത്യൻ ഓഷ്യനും പസഫിക് ഓഷ്യനും കണക്റ്റ് ആവും എന്ന് പറയാം. അങ്ങനെ വന്നാൽ 1200 കിലോമീറ്ററോളം ദൂരം കുറയും. കപ്പലുകൾക്ക് 2-5 ദിവസം കുറച്ച് സഞ്ചരിച്ചാൽ മതി. അവിടെ ചൈന പദ്ധതി ഇടുന്നൊരു കനാലുണ്ട്, 102 കിലോമീറ്റർ ലെങ്ത്തുള്ള, 400 മീറ്റർ വിട്ടുള്ള, 20 മീറ്റർ നല്ല ആഴമുള്ള കനാൽ. അങ്ങനെ വന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, തെക്കൻ ചൈനയിൽ നിന്ന് പുറപ്പെടുന്ന കപ്പലുകൾ നമ്മുടെ മെക്കോങ് നദി വഴി, ലാവോസ് വഴി, കംബോഡിയ വഴി, ഈ ഫുനാൻ ടെക്കോ കനാൽ വഴിയും ഈ പോർട്ടുകളും വഴി എങ്ങോട്ട് വരും? ഗൾഫ് ഓഫ് തായ്ലൻഡിലേക്ക്. അവിടെ നിന്ന് ക്രാക്ക് കനാൽ വഴി എങ്ങോട്ട് വരും? നമ്മുടെ ആൻഡമാൻ്റെ അടുത്തേക്ക്. അങ്ങനെ ഇന്ത്യക്ക് സത്യം പറഞ്ഞ ഒരു ഭീഷണിയാണ്. അപ്പോൾ ഇത് 28 ബില്യൻ്റെ ഒരു വലിയ പ്രൊജക്റ്റാണ്, 10 കൊല്ലം കൊണ്ട് നടത്താവുന്ന. 28 ബില്യൺ എന്ന് വെച്ചാൽ ഏകദേശം ഒരു 2 ലക്ഷം കോടിയുടെ പ്രൊജക്റ്റാണ്. അപ്പോൾ തായ്ലൻഡിനും ഗുണമാണ്. ഇവിടെ വ്യാപാര കേന്ദ്രമൊക്കെ വന്നാൽ തായ്ലൻഡിന് എക്സ്പോർട്ടൊക്കെ ചെയ്യാം, ഇതിൻ്റെ ടോള് പിരിക്കാം ഈജിപ്തിനൊക്കെ പോലെ. അപ്പോൾ പനാമ കനാലും സുയസ് കനാലും പോലെ പുതിയൊരു കനാൽ വരാൻ പ്ലാൻ ഇടുവാണ്. എന്താണ് പേര്? ക്രാക്ക് കനാൽ. അപ്പോൾ അതിന് ഗുണങ്ങളുണ്ട്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ പ്രൊജക്റ്റുകൾക്കെല്ലാം തന്നെ പരിസ്ഥിതി പ്രശ്നമുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫുനാൻ ടെക്കോ കനാലായിക്കോട്ടെ, ക്രാക്ക് കനാലായിക്കോട്ടെ, ഇവിടുത്തെ പരിസ്ഥിതിനെ ബാധിക്കാം, ലക്ഷക്കണക്കിന് ജനങ്ങളെ ബാധിക്കാം. ഇനി ക്രാക്ക് കനാൽ നോക്കുവാണെങ്കിൽ തായ്ലൻഡ് ഒരു ജനാധിപത്യമാണ്, അവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ക്രാക്ക് കനാൽ ഒരു യാഥാർത്ഥ്യമായി കഴിഞ്ഞാലുള്ള കാര്യമാണ് പറയുന്നത്. ചൈനീസ് കപ്പലുകൾ ചൈനയിൽ നിന്ന് പുറപ്പെട്ട് എവിടെ എത്തും? ആൻഡമാൻ കടലിലേക്ക് വരും. അത് ഇന്ത്യക്ക് വലിയ ഭീഷണിയാണ്. അപ്പോൾ ഇന്ത്യയുടെ റെസ്പോൺസ് നമ്മൾ കഴിഞ്ഞ 10-20 കൊല്ലമായിട്ട് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നത് നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണ്. അപ്പോൾ നമ്മുടെ അടുത്ത മിലിറ്ററി കപ്പാസിറ്റി അപ്ഗ്രേഡ് ചെയ്യുവാണ്. പല എയർഫീൽഡുകളും നമ്മൾ വലിപ്പം വെപ്പിച്ചു യുദ്ധവിമാനങ്ങൾ ഇറക്കാൻ വേണ്ടിയിട്ട്. പല പോർട്ടുകളുടെയും ജെട്ടികളുടെ കപ്പാസിറ്റി കൂടി യുദ്ധക്കപ്പലുകൾ ഇറക്കാനായിട്ട്. നമ്മുടെ നാവികസേനയും ഒക്കെ എപ്പോഴും പെട്രോൾ ചെയ്ത് വാച്ച് ചെയ്യുവാണ്. ആരെങ്കിലും വരുന്നുണ്ടോ, മയക്കുമരുന്ന് വരുന്നുണ്ടോ, ചൈനക്കാർ നിരീക്ഷിക്കുന്നുണ്ടോ. നമുക്കവിടെ ഒരു ട്രൈ സർവീസ് കമാൻഡ് ഉണ്ട്, ആർമിയുടെയും എയർഫോഴ്സും നേവിയുള്ള ആൻഡമാൻ നിക്കോബാർ കമാൻഡ്. നമുക്കിപ്പോൾ 7ഓളം ബേസുകളുണ്ട് നേവിയുടെയും എയർഫോഴ്സിൻ്റെയും. അപ്പോൾ നമ്മൾ വളരെ പ്രാധാന്യം തന്നെ ആൻഡമാൻ നിക്കോബാറിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ നിക്കോബാർ ദ്വീപുകളിൽ ഒരു ഇൻ്റർനാഷണൽ ട്രാൻസ്പോർട്ട് കണ്ടെയ്നർ ടെർമിനൽ സ്ഥാപിക്കാൻ പോവുകയാണ്. അപ്പോൾ സൈനികവൽക്കരണം മാത്രം പോരാ, അവിടെ സാമ്പത്തികമായിട്ട് മുന്നേറ്റം വരണം. അങ്ങനെ നമ്മൾ വികസിപ്പിച്ചാൽ നമുക്ക് ആൻഡമാൻ നിക്കോബാറിന് സിംഗപ്പൂരോ മലേഷ്യയോ ഒക്കെ പോലെ വളരെ അതിസമ്പന്നമാക്കാം. അപ്പോൾ ഇന്ത്യയിലെ ചൈനീസ് വിദഗ്ധനായ ശ്രീകാന്ത് കൊണ്ടപ്പള്ളി പറയുന്നത് ചൈനയെ ട്രാപ്പ് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത് ആൻഡമാൻ നിക്കോബാറിനെ വളർത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഭൂമിശാസ്ത്രം ഭൗമരാഷ്ട്രീയത്തെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. അങ്ങനെ ചൈന ഒരു തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യം ഉപയോഗിച്ച് എങ്ങനെയാണ് തെക്ക് കിഴക്കൻ ഏഷ്യയെ ഡോമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ചെസ് ബോർഡിലെ കരുപോലെ അവരെങ്ങനെയാണ് ഇന്ത്യയും അമേരിക്കയും ചെക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇന്ത്യ എങ്ങനെയാണ് കൗണ്ടർ ചെക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മൾ അമേരിക്കയായിട്ട് ബന്ധം കൂടി, ക്വാഡിൽ അംഗമാണ്. നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മൾ നല്ല കപ്പാസിറ്റിയുള്ള വിമാനങ്ങൾ കപ്പലുകളൊക്കെ ഇറക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ പരസ്പരമുള്ള കോമ്പറ്റീഷൻ തുടരുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബട്ടൺ അമർത്തുക, നിങ്ങളുടെ കമൻറ്റുകൾ ദയവായിട്ട് രേഖപ്പെടുത്തുക. അത് അഭിപ്രായങ്ങളായിക്കോട്ടെ, അഭിപ്രായ വ്യത്യാസങ്ങളായിക്കോട്ടെ.
ഈ വീഡിയോ നിങ്ങളുടെ സോഷ്യൽ സർക്കിളുകളിലും ബാക്കി എല്ലാ ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യുക.